Hi, hello, and welcome to another episode of Leap by IAS Factor. So, ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹിയർ ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ജോഗ്രഫിയിൽ നിന്നാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വോൾക്കാനോസ്. വോൾക്കാനോസിനെ കുറിച്ചിട്ടാണ് ഒരു ചോദ്യം. എന്തുകൊണ്ട് ചോദ്യം വന്നു എന്ന് കൃത്യമായിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണും. റീസെന്റ് ഇറാനിലെ ഒരു ടഫ് 10 വോൾക്കാനോയെ കുറിച്ചിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് വീണ്ടും ആക്റ്റീവായി തുടങ്ങുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചോദ്യം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു എന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ അത് പറഞ്ഞത്. നമുക്ക് നോക്കാം, 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. First statement, an eruption of highly viscous magma tends to result in stratovolcano. So ആദ്യത്തെ സ്ട്രാറ്റോവോൾക്കാനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് eruption of highly viscous magma. ഇതാണ് ഇവിടുത്തെ എന്താണ് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്ന ആ കീവേഡ്സ്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഹൈലി വിസ്കസ് മാഗ്മ ഇറപ്റ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രാറ്റോവോൾക്കാനോ ഉണ്ടാവുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മോസ്റ്റ് ഷീൽഡ് വോൾക്കാനോസ് ആർ ഫോംഡ് ഫ്രം ഫ്ലൂയിഡ് ബസാൾട്ടിക് ലവ ഫ്ലോസ്. അതായത് ഷീൽഡ് വോൾക്കാനോയെ കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഷീൽഡ് വോൾക്കാനോസ് ഉണ്ടാകുന്നത് ഫ്ലൂയിഡ് ആയിട്ടുള്ള ബസാൾട്ടിക് ലവ ഫ്ലോ കാരണമാണ് എന്ന് പറയുന്നു. ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ തരുമ്പോൾ ഒന്ന് നമ്മുടെ ബേസിക് NCERT നോളജ് യൂസ് ചെയ്യുക, 2 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് തന്നെ എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്ട്രാറ്റോ വോൾക്കാനോയെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ലെയർ അല്ലേ? അപ്പൊ ലെയർ ആയിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് വോൾക്കാനോ ആണ് എന്നൊരു ഐഡിയ നമുക്ക് ആ പേരിൽ നിന്നും അവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കൂ. ഹൈലി വിസ്കസ് മാഗ്മ ആണെങ്കിൽ, അതായത് വിസ്കോസിറ്റി കൂടിയ മാഗ്മ എന്ന് പറയുമ്പോൾ എന്താ? വിസ്കോസിറ്റി കൂടുക എന്ന് പറയുമ്പോഴത്തേക്കും ആ മാഗ്മ ഭയങ്കര സ്ലോയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ കട്ടി കൂടിയ മാഗ്മ ആയിരിക്കും. അതായത് നമ്മുടെ പച്ചവെള്ളം പോലെ അങ്ങനെ ലൂസ് ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ കട്ടി കൂടിയതായിരിക്കും. നമ്മുടെ ഈ നെയ്യൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു കട്ടിയിലായിരിക്കും വരിക. അപ്പം വിസ്കോസിറ്റി കൂടിയതാവുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ മൂവ്മെന്റ് ഭയങ്കര സ്ലോ ആയിരിക്കും അല്ലേ? അതായത് ഇറപ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാ? വിസ്കോസിറ്റി കൂടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ. അപ്പൊ ഇങ്ങനെ വോൾക്കാനോ ഉണ്ടെന്ന് കരുതുക. ഇറപ്ഷൻ നടന്നതിന് ശേഷം ഇതിങ്ങനെ പൊട്ടി ഒലിച്ച് അങ്ങോട്ടങ്ങ് പോകാനുള്ള സ്കോപ്പ് കുറവാ. അപ്പൊ എന്ത് പറ്റും? ഇവിടെയൊക്കെ ഇരുന്നിട്ട് അത് സോൾഡിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും ഒരു എറപ്ഷൻ കൂടെ നടക്കുന്നു എന്ന് കരുതുക, ഇവിടെയൊക്കെ ഇരുന്നിട്ട് സോൾഡിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ലെയേഴ്സ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മുടെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ ക്രാക്ക് ചെയ്യുമ്പോഴായത്. സോ ലോജിക്കലി ഹൈലി വിസ്കസ് മാഗ്മ ഹൈലി വിസ്കസ് ആയതുകൊണ്ട്, വിസ്കോസിറ്റി കൂടിയത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് പൊട്ടി ഇറപ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ദൂരേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് അവിടെ ലെയർ ബൈ ആയിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയാണ് എന്ന് ലോജിക്കലി ആ പേരിൽ നിന്ന് നമ്മൾ ക്രാക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ലേ സെക്കൻഡ് വൺ എന്നുള്ള മറ്റൊരു ലോജിക്ക്. ഇപ്പൊ ഹൈലി വിസ്കസ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു, സ്ട്രാറ്റോ വോൾക്കാനോ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ആയിട്ടുള്ള ബസാൾട്ടിക് ലാവ ഫ്ലോ കാരണമായിരിക്കാമല്ലോ ഷീൽഡ് വോൾക്കാനോ ഉണ്ടാവുന്നത് എന്നുള്ള ലോജിക്കിന്റെ പുറത്താണ് ഇതും ട്രൂ അടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ബോത്ത് 1 and 2 ആർ ട്രൂ. നമുക്കിനി ഫാക്ട് ബോക്സിലേക്ക് നോക്കാം. സ്ട്രാറ്റോ വോൾക്കാനോയുടെ പ്രത്യേകത ഹൈ വിസ്കോസിറ്റി ആയിരിക്കും, റിലേറ്റീവ്ലി സ്റ്റീപ്പ് സൈഡ്സ് ആയിരിക്കും ആൻഡ് മോർ കോൺ ഷേപ്ഡ് ആയിരിക്കും. ആദ്യത്തെ ഇമേജിലേക്ക് നോക്കൂ. ആദ്യത്തെ ഇമേജിൽ നിങ്ങൾ കാണുന്നതാണ് സ്ട്രാറ്റോ വോൾക്കാനോ. അപ്പോൾ സ്ട്രാറ്റോ വോൾക്കാനോയും ഷീൽഡ് വോൾക്കാനോയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ NCERTs വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഇത് ഇവിടെ വെച്ച് ഒന്നുകൂടെ നോക്കിപ്പോ. ഇതാണ് സ്ട്രാറ്റോ വോൾക്കാനോ, ഇതാണ് ഷീൽഡ് വോൾക്കാനോ. സ്ട്രാറ്റോയുടെ പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഇറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒഴുകിയൊന്നും പോകത്തില്ല, അത് ഇവിടെ തന്നെ സോൾഡിഫൈ ആവും. അങ്ങനെ സോൾഡിഫൈ ആയി വരുന്നവരും എന്ത് പറ്റും? ഇതിന്റെ ഷാർപ്പായിരിക്കും എഡ്ജ്. അതായത് ഈ വരുന്ന കോണിന്റെ എൻഡ് കണ്ടില്ലേ, കോണിന്റെ എൻഡ് കുറച്ചും കൂടെ ഷാർപ്പായിരിക്കും. മാത്രമല്ല സ്ലോപ്പ് എന്തായിരിക്കും? ഭയങ്കര സ്റ്റീപ്പായിട്ടൊരു സ്ലോപ്പ് ആയിരിക്കും, കുത്തനെയുള്ള സ്ലോപ്പ് ആയിരിക്കും. കണ്ടോ, കുത്തനെയുള്ള സ്ലോപ്പ്. മാത്രമല്ല എന്ത് പറ്റും? ഇതിവിടൊക്കെ വെച്ച് സോൾഡിഫൈ ചെയ്യുന്നത് കാരണം വീണ്ടും ഉണ്ടാകുന്ന അടുത്ത എറപ്ഷൻസ് കുറച്ചും കൂടെ വയലന്റ് ആയിട്ടുള്ള
ഇറപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടേക്ക് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഇവിടത്തേക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഏരിയ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? പ്രഷർ കൂടും. പ്രഷർ കൂടി കഴിയുമ്പോൾ വീണ്ടും എക്സ്പ്ലോസീവായിട്ടുള്ള എറപ്ഷൻസ് ഉണ്ടാകും. അതേസമയം ഷീൽഡ് വോൾക്കാനോളിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ കുറച്ചുകൂടെ സ്ലോപ്പ് ജെന്റിലാണ്. കണ്ടോ, ജെന്റിൽ സ്ലോപ്പാ, സ്റ്റീപ്പല്ല. ഇവിടെ സ്റ്റീപ്പ് സ്ലോപ്പായിരുന്നു, കുത്തനെ കിടക്കുക. അതേസമയം ഷീൽഡിലേക്ക് വരുമ്പോൾ എന്താ, കുറച്ചുകൂടെ ജെന്റിലാ. കാരണം എന്തുകൊണ്ടാ, ഇവിടുന്ന് ലാവ ഇങ്ങനെ ഒഴുകി 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 ദൂരേക്ക് പോകും. അതവിടെ ഉടനെ ഒന്നും സോളിഡിഫൈ ആവുന്നില്ല. ദൂരേക്ക് പോകുന്നത് കാരണം എന്ത് പറ്റുന്നു, സ്ലോപ്പ് കുറച്ചും കൂടെ ജെന്റിലായിട്ട് വരുന്നു. ഇപ്പം ക്ലിയർ ആയല്ലോ. അപ്പം ഇറാനിലെ ടഫ്റ്റൻ വോൾക്കാനോ റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ചോദ്യങ്ങളിൽ നിന്നും ഇങ്ങനെ വേണം ബേസിക്സ് പഠിക്കാൻ. വാട്ട് ആർ ഇന്ത്യൻ കോഴ്സർ ആൻഡ് ഇന്ത്യൻ റോളർ ദി വെറൈറ്റീസ് ഓഫ്? ഇന്ത്യൻ കോഴ്സറും ഇന്ത്യൻ റോളറും എന്തിൻ്റെ വെറൈറ്റീസ് ആണെന്നാണ് ചോദ്യം. നേരത്തെ പല എപ്പിസോഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻവയൺമെൻറ്റിൽ നിന്നും ഇങ്ങനെ ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കുക. ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്. ഓക്കെ, പേരിൽ നിന്ന് കോഴ്സർ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും റോളർ വെച്ചിട്ട് പേര് പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ റോളർ, ഈ റോളർ എന്നൊക്കെ കേൾക്കുമ്പോൾ റെപ്റ്റൈലൊന്നും അടിക്കരുത്. ഇന്ത്യൻ കോഴ്സറും ഇന്ത്യൻ റോളറും ബേർഡ്സ് ആണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഇങ്ങനത്തെ പേരുകൾ. ഇത് ഹിന്ദുവിലുണ്ടായിരുന്നു ന്യൂസ്. ഇന്ത്യൻ കോഴ്സർ, ഇന്ത്യൻ റോളർ, റൂഫസ് ടെയിൽഡ് ലാർക്ക് ആൻഡ് ലോങ് ബിൽഡ് ഗ്രാസ് ഹോപ്പർ വാർബ്ലർ. ഇതിനെയൊക്കെ റീസെൻ്റ്ലി IUCN അപ്ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ന്യൂസിൽ വന്നിരുന്നത്. IUCN അപ്ലിസ്റ്റ് ചെയ്തു, അതായത് അതിൻ്റെ കാറ്റഗറി, എൻഡേഞ്ചേർഡ് കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറി മുകളിലേക്ക് കൊണ്ടുപോയി. അതായത് വീണ്ടും കുറച്ചും കൂടെ കൺസർവേഷൻ ആവശ്യമാകുന്ന സ്ഥിതിയിലേക്ക് അതിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ അപ്ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് വൾണറബിളിൽ കിടക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ അപ്ലിസ്റ്റ് ചെയ്ത് എൻഡേഞ്ചേർഡിലോട്ടാക്കി, എൻഡേഞ്ചേർഡിലായിരുന്നെങ്കിൽ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡിലോട്ടാക്കി. അങ്ങനെ മുകളിലത്തെ ലെവലിലേക്ക് ഓരോന്നിനെ അപ്ലിസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതാണ് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകളും കൂടെ നമ്മളൊന്ന് നോക്കി വെച്ചാൽ, ഈ ഇന്ത്യൻ കോഴ്സർ, ഇന്ത്യൻ റോളർ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഈ 4 റൂഫസ് ടെയിൽഡ് ലാർക്കും ഗ്രാസ് ഹോപ്പർ വാർബ്ലറും ഒക്കെ, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഓപ്പൺ നാച്ചുറൽ എക്കോസിസ്റ്റംസ്. അതായത് ഓപ്പൺ എക്കോസിസ്റ്റത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണ് ഇതൊക്കെ. സോ ബേസിക്കലി ഗ്രാസ് ലാൻഡ്സ്, സെമി അരിഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ്, ഡെസേർട്സ്, ക്രോപ്പ് ലാൻഡ്സ്, സ്ക്രാപ്പ് ലാൻഡ്സ്, ഫാലോ ലാൻഡ്സ്, ഓപ്പൺ ആയിട്ട്, അതായത് തിക്കായിട്ടുള്ള കനോപ്പി ഒന്നും ഇല്ലാത്ത, തിക്കായിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളൊന്നും ഇല്ലാത്ത ഏരിയാസിൽ കൊത്തിപ്പെറുക്കി ജീവിക്കുന്ന പക്ഷികളാണ് ഇവയൊക്കെ. അപ്പം നാച്ചുറൽ ഓപ്പൺ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് ഇന്ത്യയിൽ കുറച്ച് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട്. കുറച്ചെല്ലാം നല്ല രീതിയിൽ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട്. ആ എക്കോസിസ്റ്റം ഡീഗ്രഡേഷൻ കാരണമാണ് എന്ത് പറ്റുന്നത്, ഈ പറയുന്ന ബേർഡ്സിൻ്റെയൊക്കെ പോപ്പുലേഷൻ ഇന്ത്യയിൽ കുറയുന്നത്. എന്തുകൊണ്ട് ഡിഗ്രഡേഷൻ സംഭവിക്കുന്നു എന്നുള്ളതും ആ ന്യൂസ് മെറ്റീരിയലിൽ ഉണ്ടായിരുന്നു. ബേസിക്കായിട്ട് എക്സ്പാൻഷൻ ഓഫ് പവർ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാലോ ആയിട്ടുള്ള ലാൻഡിലൊക്കെ എന്തൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്, സോളാർ പാനൽസ് കൊണ്ടുവെക്കുന്നുണ്ട്, വിൻഡ് ടർബൈൻസ് കൊണ്ടുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് പറ്റുന്നു, ഈ ഓപ്പൺ എക്കോസിസ്റ്റംസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് ഇറിഗേഷൻ കൂട്ടിക്കൊണ്ട് അഗ്രികൾച്ചർ എല്ലായിടത്തും നടത്താൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികൾക്കൂടെ ആവാസ വ്യവസ്ഥയെ കൂടെയാണ് തകർക്കുന്നത്. അതുകൂടാതെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻവേസീവ് സ്പീഷീസ് ആൻഡ് കൺവേർഷൻ ഓഫ് വുഡ് ലാൻഡ്സ് ത്രൂ അഫോറസ്റ്റേഷൻ, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് പ്രശ്നങ്ങൾ കാരണം എന്ത് പറ്റുന്നു, ഈ ഓപ്പൺ ഇക്കോസിസ്റ്റംസ് ഇന്ത്യയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോഴ്സറും ഇന്ത്യൻ റോളറും ഒക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് FAO. UN-ന്റെ ഓർഗനൈസേഷൻസിനെ കുറിച്ച് UPSCക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് UPSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. എല്ലാ വർഷവും ഒന്നും ചോദിക്കാറില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ പല ഓർഗനൈസേഷൻസിനെ കുറിച്ചും അവർ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളെ കുറിച്ചും ഇൻഡെക്സുകളെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുവഴി ചോദിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള മറ്റൊരെണ്ണമാണ് ഈ വർഷം FAO. കാരണം FAOയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ രണ്ട് ഓർഗനൈസേഷൻസ് ഒരുപാട് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് കാരണം ഇത് രണ്ടും ചോദിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കാം. FAO is one of the 6 principal organs of the United Nations.
യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിൽ ഒന്നാണ് FAO എന്ന് പറയുന്നു. ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് FAO. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജനീവ. അപ്പം ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് കാര്യങ്ങളാണ് ഒരു UPSC ആസ്പിരന്റ് മിനിമം അറിഞ്ഞിരിക്കേണ്ട, FAO കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം, FAO ഈസ് വൺ ഓഫ് ദി 6 പ്രിൻസിപ്പൽ ഓർഗൻസ്. കുട്ടികളും എപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണിത്. യുണൈറ്റഡ് നേഷന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിൽ ഒന്നല്ല FAO. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇത് പ്രിൻസിപ്പൽ ഓർഗൻ അല്ല, ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. സ്പെഷ്യലൈസ്ഡ് ഏജൻസി, ഈ വാക്കുകളൊന്നും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. അത് യുനെസ്കോ ആണെങ്കിലും യുനിസെഫ് ആണെങ്കിലും UNEP ആണെങ്കിലും UNDP ആണ്, ഇതെല്ലാം UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ്, അല്ലാതെ പ്രിൻസിപ്പൽ ഓർഗൻസ് അല്ല. പ്രിൻസിപ്പൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ ഓർഗൻസ് എന്ന് പറയുന്നത്. FAO ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. സോ ദാറ്റ് മീൻസ് 1 ഈസ് റോങ്. 1 റോങ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എയും ഡിയും ആൻസേഴ്സ് അല്ലാതായി മാറുന്നുണ്ട്, അല്ലേ? എയും റൈറ്റ് അല്ല, ഡിയും റൈറ്റ് അല്ല. ഇനി ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് FAO. ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. അതെ, ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പർ തന്നെയാണ്. നമ്മൾ ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിച്ചാലും ഇന്ത്യ അതിന്റെ ഫൗണ്ടിങ് മെമ്പർ ആണോ അല്ലയോ എന്നുള്ളത് നോക്കി വെക്കുക. ചൈന, പാകിസ്ഥാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആണോ എന്ന് നോക്കി വെക്കുക. ലാസ്റ്റ് വൺ, ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജനീവ. പൊതുവെ ഒരുപാട് UN ഏജൻസീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണെങ്കിലും ഇത് ജനീവയിലല്ല. സോ ദാറ്റ് മീൻസ് 2 only is the right answer. പിന്നെ എവിടെയാണ് FAOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം US-ലായിരുന്നെങ്കിലും പിന്നീട് അവിടുന്ന് എവിടേക്ക് മാറ്റി? റോമിലേക്ക് മാറ്റി. അപ്പം ജനീവയല്ല, റോമാണ്. ആദ്യം വാഷിങ്ടണിലായിരുന്നു, അതിനുശേഷം ഇപ്പോഴത്തെ പെർമനന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റിയിരിക്കുന്നത് റോമിലേക്കാണ്, ജനീവയിലല്ല. Okay, and it was founded in 1945. So 2 only is the right answer. Okay. How many of these space missions are primarily aimed at studying the sun and its features? സണ്ണിനെയും അതിന്റെ ഫീച്ചേഴ്സിനെയും കുറിച്ച് സ്റ്റഡി നടത്താൻ പ്രൈമറി ലക്ഷ്യം സൺ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എത്ര സ്പേസ് മിഷൻസ് ഈ തന്നിട്ടുള്ളവയിലുണ്ട്? വൈപ്പർ, പഞ്ച്, യൂറോപ്പ ക്ലിപ്പർ ആൻഡ് ആർട്ടമിസ് 2. ഇത്രയും 4 സ്പേസ് മിഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും സണ്ണിനെയും അതിന്റെ ഫീച്ചേഴ്സിനെയും കുറിച്ച് പഠിക്കുന്നത്? ഇത് നിങ്ങൾ റീസെന്റ് ആയിട്ട് കുറച്ച് കാലമായിട്ട് പത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ ഒക്കത്തുള്ളൂ. ലോജിക്കലി ഒരെണ്ണം അടിച്ച് കളയാം. ഇച്ചിരെങ്കിലും സ്പേസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആളിന് ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് യൂറോപ്പ എന്ന് പറയുന്ന ഒരു മൂണ. ഏത് പ്ലാനറ്റിന്റെ മൂണ്? ഓർത്തിരിക്കണം. അപ്പൊ യൂറോപ്പ അല്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഇത് ബാക്കി ഏതൊക്കെ ഉണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ചധിക കാലമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി കൃത്യം ഒരു ആൻസറിലേക്ക് എല്ലാം നടക്കത്തുള്ളൂ. ഒന്നാമത് ഹൗ മെനിയാ ചോദിച്ചേക്കുന്നത്, അപ്പൊ കറക്റ്റ് ആൻസർ അറിയണം. നമുക്ക് നോക്കാം, ഫാക്ട് ബോക്സിലേക്ക് നോക്കാം. ഏതൊക്കെ എന്തിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, വൈപ്പർ, വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ. പേരിലൊന്നുമില്ലെങ്കിലും ആ പോളാർ എക്സ്പ്ലോറേഷൻ റോവറിൽ നിന്നും നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. അത് സണ്ണിലേക്കുള്ളതല്ല, പകരം എവിടേക്കുള്ളതാണ്? ഇറ്റ് ഈസ് ടു ദി ലൂണാർ. ഇറ്റ് ഈസ് എ ലൂണാർ മിഷൻ. സോ മൂണിലേക്കുള്ള ഒരു മിഷനാണ് വൈപ്പർ എന്ന് പറയുന്നത്. സോ 1 നമ്മൾ വെട്ടിക്കളയുന്നു. രണ്ടാമത്തെ നോക്കൂ, പഞ്ച്, പൊളാരിമീറ്റർ ടു യൂണിഫൈ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. ഹീലിയോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ടു സൺ. അപ്പൊ സണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്, സണ്ണിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു മിഷനാണ് പഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ഞാൻ മുമ്പ് ചോദിച്ചതേ ഉള്ളൂ. യൂറോപ്പ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ ഒരു മൂണാണ്. അപ്പൊ ജൂപ്പിറ്ററിന്റെ മൂണായ യൂറോപ്പയെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാ. ബേസിക്കലി യൂറോപ്പയിൽ നമ്മുടെ ഹ്യൂമൻ ലൈഫ് പോസിബിൾ ആയുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാനായിട്ടാണ് യൂറോപ്പ ക്ലിപ്പർ വിട്ടിരിക്കുന്നത്. ആൻഡ് ആർട്ടമിസ് 2. ആർട്ടമിസ് എവിടേക്ക് പോകുന്നു? മൂണിലേക്ക് പോകുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട്
ഒരു വുമണിനെ ലൂണാർ സർഫസിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള മിഷനാണ് ആർട്ടമിസ് 2 എന്ന് പറയുന്നത്. ഇതെല്ലാം ആരുടെ മിഷൻസ് ആണ്? നാസയുടെ മിഷൻസ് ആണ്. സോ ദാറ്റ് മീൻസ് Viper is not there, Punch is there, Europa is not there, and Artemis also not there. So that means only one is the correct answer. ഇതിനകത്ത് പഞ്ച് മാത്രമാണ് സണ്ണിനെ കുറിച്ച് പ്രൈമറിലി സ്റ്റഡി നടത്തുന്ന ഒരു സ്പേസ് മിഷൻ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ UPSC ചോദിക്കുന്നുണ്ട്. അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി, പത്രമാനയുടെ കാര്യത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം. നാസയുടെ ആണ് എന്ന് കരുതിയിട്ടൊന്നും വായിക്കാതിരിക്കരുത്. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ചോദ്യമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫോർ സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ. ഫോർ സ്മോൾ സേവിംഗ് സ്കീംസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് അട്രാക്റ്റീവ് ആൻഡ് ക്രെഡിറ്റ് ക്വാളിറ്റി ഈസ് ടോപ്പ് ഗ്രേഡ്. എക്കണോമിക്സിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ പലരുടെയും ഹൃദയം ഒന്ന് ഇടിക്കും. ഡയറക്റ്റ് ചോദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നില്ല സാറേ, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഒക്കെ എങ്ങനെ എഴുതും? സിമ്പിളാണ്. ഞാൻ പറഞ്ഞാൽ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തരുമ്പോൾ രണ്ടും ഒന്ന് വായിച്ചു നോക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യത്തെ പറയുന്നു, സ്മോൾ സേവിംഗ് സ്കീമിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് അട്രാക്റ്റീവും ക്രെഡിറ്റ് ക്വാളിറ്റി ടോപ്പ് ഗ്രേഡും ആയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. സത്യമാണ് എന്ന് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ദി സ്മോൾ സേവിംഗ് സ്കീംസ് ആർ റൺ ബൈ ദി ഗവൺമെന്റ്. അപ്പോൾ ആദ്യത്തേനകത്ത് പറയുന്നു സ്മോൾ സേവിംഗ് സ്കീമിന്റെ കാര്യത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, ക്രെഡിറ്റ് ക്വാളിറ്റി ടോപ്പ് ഗ്രേഡും ആണ് എന്ന് പറയുന്നു. അതായത് കൊള്ളാവുന്ന ഒരു സേവിംഗ് സ്കീമാണ് എന്ത്, സ്മോൾ സേവിംഗ് സ്കീം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊള്ളാവുന്ന ഒരു സാധനമാണെങ്കിൽ അത് ആരായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് ക്വാളിറ്റി ടോപ്പ് ഗ്രേഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഏത് ബാങ്ക് എടുത്താലും, ഏത് കമേഴ്ഷ്യൽ ബാങ്ക് എടുത്താലും, ഇത് പ്രൈവറ്റ് ആയിക്കോട്ടെ നാഷണലൈസ്ഡ് ആയിക്കോട്ടെ, ഏതെടുത്താലും ഈ ക്രെഡിറ്റ് ക്വാളിറ്റി ടോപ്പ് ഗ്രേഡ് എന്ന് നമുക്ക് അഷ്വർ ചെയ്യാനായിട്ട് കുറേ കണ്ടീഷൻസ് നോക്കണം. എന്താ അവിടുത്തെ പ്രശ്നം? ബാങ്കുകളുടെ ഓൾറെഡി ഉള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് നോക്കണം, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് നോക്കണം. ഇങ്ങനത്തെ ഒക്കെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ ഒരു സാധനം ടോപ്പ് ഗ്രേഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ സർക്കാരിൻ്റെ കാര്യത്തിൽ അതല്ല. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിസിനസിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? അവിടുത്തെ ക്രെഡിറ്റ് ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനൊക്കത്തുള്ളൂ, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയാനത്തുള്ളൂ. പക്ഷെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും എന്തുണ്ടാവും? ഒരു ഉറപ്പുണ്ടാവും, ഒരു അഷ്വറൻസ് ഉണ്ടാവും, അല്ലേ? ഒരു അഷ്വറൻസ് നമുക്കുണ്ടാവും സർക്കാരിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവുന്നത്. സർക്കാർ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് അത്രയധികം ഡിമാൻഡ് ഉണ്ടാവുന്നതിന്റെ റീസൺ മറ്റൊന്നുമല്ല. എന്ത് സംഭവിച്ചാലും മാർക്കറ്റ് ഏത് വഴിക്ക് പോയാലും സർക്കാർ ആ ബോണ്ടിന്റെ മെച്യൂരിറ്റി എത്തുമ്പോൾ അതിന്റെ പൈസയും പറഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റും ചേർത്ത് നമുക്ക് തരും എന്നുള്ളത് നമുക്കറിയാം. അതേപോലെയൊക്കെയാണ് സർക്കാർ തുടങ്ങുന്ന എന്ത് സ്കീമുകളിലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് അവിടെ കൈമലർത്താൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആയല്ലേ പറ്റൂ. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടി ആവണ്ടേ. ഇത് ഞാൻ പറയുന്നത് സ്മോൾ സേവിംഗ് സ്കീമിനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ലാത്ത വ്യക്തിക്ക് ഇങ്ങനെ നോക്കാം. അതായത് സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾ ട്രൂ ആണെന്ന് എടുക്കുക. പൊതുവെ സ്റ്റേറ്റ്മെന്റ് 1 എപ്പോഴും ചോദ്യങ്ങളിൽ പൊതുവെ സ്റ്റേറ്റ്മെന്റ് 1 എപ്പോഴും ട്രൂ ആക്കി തരാറാണ് പതിവ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റുകയാണെങ്കിൽ അത്രയും വിയേർഡ് ആയിരിക്കും, നമുക്കത് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന രീതിയിലായിരിക്കും സ്റ്റേറ്റ്മെന്റ് 1 അവരിടുക. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ, ഈ രീതിക്കാണ് അവരെ ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിയേർഡ് ഒരു സാധനമായിരിക്കും. ഇനി അത് വിയേർഡ് എന്നൊന്നും പറയാനില്ല നമുക്ക്. ഓക്കെ, തെറ്റിയാൽ തെറ്റി, ശരിയാണെങ്കിൽ ശരിയെന്നേ ഉള്ളൂ. 50-50 ചാൻസാണ്. അങ്ങനെയുള്ള ചാൻസിൽ നമുക്ക് എന്തെടുക്കാം? നമുക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് 2 ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ലോജിക്കിനനുസരിച്ച് കറക്റ്റ് ആവുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് 1നോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെടുക്കാം? ഈ പറയുന്ന എ ഓപ്ഷൻ അടിക്കാം. അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണെന്നും സ്റ്റേറ്റ്മെന്റ് 2 എക്സ്പ്ലെയിൻസ് 1 ആണെന്നും നിങ്ങൾക്ക് അടിക്കാം. ഞാൻ പറയുന്നത് കണ്ടന്റ് അറിയാതെ പോലും നിങ്ങൾക്കിത് സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ തരിക. ഇനിയും സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണെന്ന് നിങ്ങൾ എടുക്കൂ. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആയി കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തത്തുള്ളൂ. മനസ്സിലായോ? ഈ ടൈപ്പ് ഓപ്ഷൻ തരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റിയാലത്തെ പ്രശ്നം അതാ. സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഡി ഡയറക്റ്റ് ആൻസർ ആയി കഴിഞ്ഞു.
മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈ ടൈപ്പ് ഓപ്ഷൻ തരുന്ന ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് 1 എപ്പോഴും ട്രൂ ആയിരിക്കും. 99% കേസസിലും സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയിരിക്കും. അല്ലെങ്കിൽ അത്രയും വിയേഡരോ ഒരു സ്റ്റേറ്റ്മെന്റ് തരണം 1-ൽ. നിങ്ങളിപ്പോൾ ഐഡിയ ആയിട്ട് എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ എന്ന് പറഞ്ഞു എന്ന്? കാരണം എന്താ, എയും ബിയും സിയും അങ്ങനെയാണെങ്കിൽ എലിമിനേറ്റ് ആയി പോകും. ഡി മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക പോലും വേണ്ട. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1-ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ 2-ൽ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാമോ എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2-ൽ നിങ്ങൾക്ക് ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനെ ലോജിക്കലി സ്റ്റേറ്റ്മെന്റ് 1-ഉമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ഓപ്ഷൻ അടിക്കുക, അല്ലെങ്കിൽ ബി ഓപ്ഷൻ നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക്. നോക്കൂ, ഇനി ഈ പറഞ്ഞ സ്മോൾ സേവിങ് സ്കീംസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സ്മോൾ സേവിങ് സ്കീംസ് എന്ന് അറിയാത്തവരുണ്ടാവും. അത് നിങ്ങൾ നോക്കൂ. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി യോജന, കിസാൻ വികാസ് പത്ര, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, നാഷണൽ സേവിങ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അങ്ങനെ ഒരു കുറച്ച് കാറ്റഗറീസ് ഓഫ് സ്കീംസ് ഉണ്ട്. ഇതിനെയാണ് സ്മോൾ സേവിങ് സ്കീംസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ സ്മോൾ സേവിങ് സ്കീംസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് സ്കീമുകളിൽ നിന്നുള്ള ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മാനേജ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതായത് സർക്കാർ മാനേജ് ചെയ്യുന്ന സ്കീമുകളാണിത്. ആൻഡ് ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം പോകുന്നത് എവിടെയാ? നാഷണൽ സ്മോൾ സേവിങ്സ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുകളിലേക്കാണ്. അതിന്റെ മേൽനോട്ടം ആർക്കാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിക്ക് കീഴിലുള്ള എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിന്റെ മേൽനോട്ടം. ഏതിന്റെ? നാഷണൽ സ്മോൾ സേവിങ്സ് ഫണ്ടിന്റെ. ആ ഫണ്ടിലേക്കാണ് ഈ പൈസകളെല്ലാം പോകുന്നത്. സോ ഇത് ഗവൺമെന്റിന്റെ അഷുറൻസിലുള്ള, ഗവൺമെന്റ് പുറത്ത് കൊണ്ടുവരുന്ന സ്കീമുകളാണ്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് സ്കീമുകളെല്ലാം നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാം, പോസ്റ്റ് ഓഫീസിൽ കൂടെ അവൈലബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അത് പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ്സ് ബാങ്ക് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കുക. പണ്ട് കാലം തൊട്ടേ പോസ്റ്റ് ഓഫീസിൽ കൂടെ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടും. എന്തുകൊണ്ട് കിട്ടുന്നു? ബിക്കോസ് ഈ സ്കീമൊക്കെ റൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്.